ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1741. ഇന്ന് ഒക്ടോബർ മാസം 6-ാം തീയതി. ഈ ആണ്ടിലെ 280-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. അതുകൊണ്ടാവും മറ്റ് കഴിഞ്ഞുപോയ 6 ദിവസത്തെക്കാളും കുറച്ചുകൂടി ഉത്സാഹത്തിലാണ് ഞാനും. വളരെയധികം നമ്മളിങ്ങനെ സ്പിരിച്വലായി ആക്റ്റീവായി മാറുന്ന സമയമാണ് ഈ നല്ല പ്രഭാതം. നമുക്കറിയാം, എടുത്തണിയേണ്ട നല്ലൊരു വേഷമാണ് ഞായറാഴ്ചയുടെ ആത്മീയ അനുഷ്ഠാനങ്ങൾ. ഏതാണ്ട് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ അതുപോലെ തന്നെ അഴിച്ച് ഭദ്രമായി അലമാരയുടെ ഉള്ളിൽ വെക്കേണ്ടതുമായ ഒരു സ്പിരിച്വൽ ഡ്രസ്. അതിനപ്പുറത്ത് ഞായറാഴ്ച നമ്മെ ബാധിക്കുന്നേയില്ല. ദൈവത്തിന്റെ കടപ്പെട്ട ദിനമാണ്. ആദരവും ആരാധനയും വേണം. ആവോളം നമ്മളത് നിർവഹിക്കുന്നുണ്ട്. സാധിച്ചാല് ഈ നല്ല ദിനം എപ്പോഴെങ്കിലും ഇത്തിരി നേരമൊന്ന് മാറ്റിവെച്ച് വായിക്കേണ്ട ഒരു സുവിശേഷ ഭാഗമുണ്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായം. ഈ കാലയളവിൽ ഇത്രത്തോളം വേഗതയേറിയ യാത്രയിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും ഒരു വേദാധ്യായം മുഴുവൻ വായിക്കാനൊക്കെ പറയാനായിട്ട് നല്ല പേടിയുണ്ട്. തുടക്കത്തിൽ 2 കഥകളാണ്. തൽക്കാലം ആ കഥകളൊന്ന് വിട്ടിട്ട് താഴെ അതിനുശേഷം തുടർന്ന് പറയുന്ന കാര്യത്തിലേക്കെങ്കിലും ഒന്ന് പ്രവേശിക്കാൻ പറ്റുമോ? ക്രിസ്തുവേശു ഇങ്ങനെ മനുഷ്യരെ 2ആയിട്ട് തിരിക്കുകയാണ്. ഇടതും വലതും എന്നൊക്കെ ഉള്ളത് എളുപ്പത്തിൽ ഒരു എഴുത്താണ്. 2ആയിട്ട് തിരിയുമ്പോൾ ഞാൻ എവിടെയായിരിക്കും? 6 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. 6 കാര്യങ്ങളോടുള്ള എൻ്റെ പ്രതികരണവും എൻ്റെ മനോഭാവവും സമീപനവുമൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഞാൻ ഈ 2 പക്ഷത്തിൽ എവിടെയാണ് എത്തിപ്പെടുക എന്ന് നിർണയിക്കപ്പെടുന്നത്. 6 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ക്രിസ്തുവേശു ഇങ്ങനെ പറയുകയാണ്, എനിക്ക് വിശന്നു. അപ്പം തന്നോ ഇല്ലയോ എന്നതാണ് നിർണായകമാകുന്ന കാര്യം. 2, എനിക്ക് ദാഹിച്ചു. കുടിപ്പാനായിട്ട് അല്പം ജലം തന്നോ ഇല്ലയോ എന്നുള്ളതാണ്. 3, ഞാൻ രോഗിയായിരുന്നു എന്നുള്ളതാണ്. എന്നെ ആവാവുന്നതുപോലെ പരിചരിച്ചോന്നാണ് ചോദ്യം. 4, ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. എന്നെ ചേർത്ത് പിടിച്ചോന്നാണ്. 5, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു. എന്നെ സന്ദർശിച്ചോന്നാണ്. ഓർത്തു നോക്കിക്കേ, 6 കാര്യങ്ങളും വായിക്കാനായിട്ട് നമുക്ക് പറ്റാതെ പോകുന്നുണ്ട്. ഇങ്ങനെ വിശന്നും ദാഹിച്ചും രോഗിയായിരുന്നു, അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പരദേശിയായും, പിന്നെ കാരാഗ്രഹത്തില്, നഗ്നതയില്. അങ്ങനെയാണ് അത് 6 പൂർണ്ണമാവുന്നത്. ഇതൊക്കെ എന്നെയും നിങ്ങളെയുമൊക്കെ ഒരു നിർണായക നേരത്ത് തരംതിരിവിന് കൃത്യമായി മാനദണ്ഡമായി മാറുന്നുണ്ട്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ഈ നല്ലതിന് നമ്മൾ ഏത് പക്ഷത്താണ്? നമ്മൾ ഏത് തെരഞ്ഞെടുക്കും? ആമേൻ.